TM ജേർണി ആൻഡ് ഇൻസൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിന്റെ ഓഡിയോ ബുക്ക് പരമ്പരയിൽ ഇന്നത്തെ എപ്പിസോഡായ ഖസാക്കിലെ സുന്ദരി എന്ന 4ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് കഥകൾ കേൾക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ. അപ്പോൾ ചെയ്തല്ലോ അല്ലേ? ശരി, എന്നാൽ നമുക്ക് ഖസാക്കിലേക്ക് പോകാം. നൈസാമലി ഖസാക്ക് വിട്ടതിൽ പിന്നെ അല്ലാപ്പിച്ച മൊല്ലാക്ക കൂമൻകാവ് വഴി പോകുകയുണ്ടായില്ല. നൈസാമലി ഖസാക്കിൽ വന്നുമില്ല. കൊല്ലം 2 അങ്ങനെ കഴിഞ്ഞു. അത്തര മുതലാളിയുടെ കമ്പനിയിൽ ബീഡി തിരക്കുകയാണ് നൈസാമലി. തഴക്കം ചെന്ന് തിരപ്പുകാരേക്കാൾ ഇരട്ടി തിരക്കും. സത്യസന്ധതയോടെ തിരക്കും. തിത്തിബിയുമ്മ മൈമോനെയോ ഓർത്തു. മറ്റെന്തെല്ലാമോ മറന്നു. ഒന്നു കൂമൻകാവോളം ചെല്ലൂ, അവർ മൊല്ലാക്കയോട് പറഞ്ഞു നോക്കി. ചെറുവാലിയക്കാർ ഷാഠ്യം കാണിച്ചാൽ തല നിറച്ചവർക്ക് പൊറുക്കാനല്ലേ ഉള്ളൂ. മൊല്ലാക്കിക്ക് ഇന്ന് ദേഷ്യമില്ല. പക്ഷേ കൂനിക്കൂടി ഇരുന്നു കൊണ്ട് അയാൾ പറഞ്ഞു, ഇഞ്ഞേ ചൊല്ലിയിട്ട് ഫലം കിടയാത്. ഭർത്താവിനെ ഇത്രയും പരവശനായി തിത്തീബിയുമ്മ മുമ്പൊരിക്കലും കണ്ടിട്ടില്ല. അയാളുടെ കവിളുകളിലും കൺതടങ്ങൾക്കിടയിലും കൈകളുടെ പുറം പത്തികളിലും ജരയുടെ ആദ്യ സ്പർശങ്ങൾ അവർ ശ്രദ്ധിച്ചു. അത്രയും പരവശപ്പെടാൻ മാത്രം വയസ്സ് ചെന്നിട്ടില്ല. ഇനിയും 55 തികഞ്ഞിട്ടില്ല. പിന്നെന്തോ ഇടയ്ക്കിടെ പനിക്കുന്നു, കഴയ്ക്കുന്നു. ഈ തുലാത്തിൽ 2-3 കോഴിക്കഷായം വെച്ചു കൊടുക്കണം. ഇല്ല, ഒരു പക്ഷേ കഴിഞ്ഞു വരില്ല. ആനാലും തിത്തീബിയുമ്മ പറഞ്ഞു, ഒന്ന് പോയി പാരുങ്കോ. മൊല്ലാക്ക തല കുലുക്കി. ഫലം കഴിയാതെ തെത്തിബിയേ. ആ പരവശതയുടെ സാന്ദ്രത തിത്തീബിയുമ്മയെ തൊട്ടു വിളിച്ചു. അവർ മൊല്ലാക്കയുടെ അടുത്തു വന്നിരുന്നു. വെളുത്തു നീണ്ട കൈകൾ പതുക്കെ അല്ലാപ്പിച്ചയെ ചുറ്റിപ്പിണഞ്ഞു. അയാളുടെ ചുമലിൽ വിയർപ്പിന്റെ മണം കുതിർന്ന കോറക്കുപ്പായത്തിൽ കവിളമർത്തി തിത്തീബിയുമ്മ കുറെ നേരം ഇരുന്നു. തിത്തീബിയുമ്മ വാഴത്തൊടിയിലേക്ക് ഇറങ്ങിയപ്പോൾ മൈമൂന ഒരു കുടം വെള്ളവുമായി വരുന്നു. തലേ തട്ടും പോട്രേ, തിത്തീബിയുമ്മ ശാസിച്ചു. തലയിൽ തട്ടനിട്ടില്ലെങ്കിൽ മലക്കുകൾ മോഹിക്കുമെന്നായിരുന്നു വിശ്വാസം. മൈമുന അലക്ഷ്യമായി തട്ടൻ തലയിലേക്ക് കയറ്റി. അടുത്ത ക്ഷണത്തിൽ അത് വീണ്ടും താഴോട്ടുരസി. താറു പിടിച്ച പോലെ ഇരുണ്ടു നിന്ന മുടി കണ്ട് തിത്തീബിയുമ്മ അതിശയിച്ചു. മലിക്കുകളെ ചൊല്ലിയായിരുന്നില്ല തിത്തീബിയുമ്മ ആവലാതിപ്പെട്ടത്. മൈമുന ചെല്ലുന്നിടത്തെല്ലാം കാസിമും ഹനീഫയുമുണ്ട്, ഉബൈദുമുണ്ട്, ഉസാമത്തുണ്ട്. പക്ഷേ ആ ചെറുപ്പക്കാരും തന്നെ സ്ത്രീധനമില്ലാത്ത പെണ്ണിനെ തറവാട് കേറ്റില്ല. മൈമുനയുടെ മേൽ മീൻചകരോളം പൊന്നില്ല. ആ ഉടലിന്റെ ധാരാളിത്തത്തിന് പൊന്നു വേണ്ടെന്ന് ഖസാക്കുകാർ പറഞ്ഞു. മൈമുന തന്റെ വെള്ളക്കുപ്പായം കൈത്തണ്ടയോളം തുറത്തു വെച്ചു. കരിവളകൾ തുറത്ത് കയറ്റി നിർത്തി. അപൂർവം അവസരങ്ങളിൽ കാസിമിനോടോ ഉസാമത്തിനോടോ വായാടാൻ അവൾ നിന്നു. അവരുടെ മുഖങ്ങൾ ചുമക്കുന്നതും സ്വരങ്ങൾ ഇടറുന്നതും കാണാൻ വേണ്ടി മാത്രം. അല്ലെങ്കിൽ ഒരു ചിരി കടിച്ചമർത്തി ഖസാക്കിലെ യാകാശവുമായി അവൾ നടുപ്പറമ്പിലൂടെ നടന്നു. കൂമൻകാവിൽ ചെന്നതിന്റെ 5ാം കൊല്ലം നൈസാമലി സ്വന്തമായൊരു കമ്പനി വെച്ചു. താനും 2 തിരപ്പുകാരും. അതിനു വേണ്ട പണം അത്തരിന്റെ കെട്ടിയവളാണ് കൊടുത്തതെന്ന് കൂമൻകാവിലെ തിരപ്പുകാർ പറഞ്ഞു. ഏതായാലും ആ കാലത്തായി അത്തരും വീടരും പിണങ്ങിയെന്നതു സത്യമായിരുന്നു. അത്തരിന്റെ പടം തന്നെയായിരുന്നു അത്തരിന്റെ ബീഡിയുടെ അടയാളം. പാലക്കാട് ചെന്ന് കോട്ടും ഡയ്യും തുറുക്കിത്തുപ്പിയും വായ്പ വാങ്ങിയാണ് പടമിടിപ്പിച്ചത്. കടവുൾ സഹായം M അത്തരു ഫോട്ടോ ബീഡി. കഴിഞ്ഞ 6-7 കൊല്ലമായി ആ പരിസരങ്ങളിൽ സാമാന്യം പ്രചരിച്ചു വന്നിരിക്കുകയാണ്. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് പുതിയ വാണിജ്യ ചിഹ്നം പടയിറങ്ങി. സയ്യിദ് മിയാൻ ഷെയ്ഖ് തുണை നൈജാം ഫോട്ടോ 11-ാം നമ്പർ ബീഡി. കരിയും മഞ്ഞളും കൊണ്ട് എഴുതിയ ചുമർ പരസ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു: നൈജാം ഫോട്ടോ 11-ാം നമ്പർ ആരോഗ്യകരം. വിശപ്പുണ്ടാകും, തിന്ന തീൻപണ്ടങ്ങൾ എരിയും. 11-ാം നമ്പറിന്റെ വയലറ്റ് ലേബലുകൾ വരമ്പിലൂടെയും തോട്ടുവക്കിലുമൊക്കെ പാമ്പോട്ടി വിത്തുപോലെ ചിതറി കിടക്കുന്നു. മൈമുന ഒരെണ്ണം പെറുക്കിയെടുത്തു സൂക്ഷിച്ചു. അത്തരിന്റെ കോലത്തെ പോലെ മൂകമായ നോട്ടമോ ഇറുക്കിപ്പിടിച്ച വാടകക്കോട്ടോ അല്ല. രസികത്വം നിറഞ്ഞ ചിരി, നെറ്റിയിലേക്കു തളർന്നു വീഴുന്ന മുടിച്ചുരുളുകൾ, കൊടുക്കഴിഞ്ഞ് അശ്രദ്ധമായി കിടന്ന കഴുത്തുപട്ട. ഒരു പെരുന്നാളിന് നൈസാമലി മുതലാളി ഖസാക്കിലേക്ക് വന്നു. പച്ചപ്പട്ടു ലുങ്കിയാണ് ഉടുത്തിരുന്നത്. കടും മഞ്ഞയായ അൽപ്പാക്കു കുപ്പായത്തിനിടയിൽ 6 വിരൽ വീതിയുള്ള കലവറ ബെൽറ്റ് കാണാമായിരുന്നു. തലയിലും കഴുത്തിലും കീശയിലും ചുവന്ന പട്ടുറുമാലുകൾ, കിറുക്ക് ചെരിപ്പ്, ടോർച്ച്
കുറച്ച് പഴയ പരിചയക്കാരെ തേടിപ്പിടിച്ച് നൈസാം അലി സുഖവിവരം അന്വേഷിച്ചു. എന്താ കുപ്പുവച്ച, എന്താണ്ടി ഉള്ളേ തങ്കപ്പെണ്ണേ? എന്നാ അലിയാരെ? കാസിമും ഹനീഫയും ഉബൈദാവൂദും ഉസാമത്തുമെല്ലാം നൈസാം അലിയുടെ ചുറ്റും കൂടി. നൈസാം അണ്ണനെ മതിപ്പാണവർക്ക്, സ്നേഹവും അതോടൊപ്പം കഠിനമായ വൈരാഗ്യവും. കാസിം ചോദിച്ചു, എന്നാ നൈജാമണ്ണേ ഇങ്ങേ തങ്ക പോറതാ? നല്ല പേച്ചിന്. നൈസാം അലി പറഞ്ഞു. കമ്പനി അങ്ങേ വിട്ടിട്ട് ഇങ്ങേ തങ്ക പോറതാ? അലിയാരുടെ ചായപ്പീടികയിൽ നൈസാം അലി ചമ്രം പടിഞ്ഞിരിപ്പാണ്. ചെന്നു കേറുന്നവർക്കൊക്കെ ചായയും മുറുക്കും ബീഡിയും. മൊല്ലാക്ക അതുവഴിയൊന്നും വന്നില്ല. പിറ്റേന്ന് ഉച്ചയ്ക്ക് മൈമുന അറബിക്കുളത്തിൽ കുളിച്ചു നിൽപ്പാണ്. അറബിക്കുളത്തിനടുത്തോ രാജാവിന്റെ പള്ളിയിലോ ആളുകൾ സാധാരണ ചെല്ലാറില്ല, പ്രത്യേകിച്ചും ത്രിസന്ധ്യകളിൽ. പണ്ട് ആ കുളത്തിൽ അറബികൾ തല വെട്ടിയെറിഞ്ഞിട്ടുള്ളതാണ്. നിലാവ് നിറഞ്ഞ രാത്രിയിൽ അവിടെ കബന്ധങ്ങൾ നീരാടാൻ എത്താറുണ്ടത്രേ. ആഴമേറിയ ജലപ്പരപ്പിനു മുകളിൽ നീലത്താമരകൾ വിരിഞ്ഞു കിടന്നു. മണ്ഡലികൾ അലസമായി തുഴഞ്ഞു നീന്തി മുലയ്ക്കുമീതെ അമർത്തിക്കെട്ടിയ കച്ചയിലൂടെ കൈയിറക്കി സോപ്പ് തേച്ച് പിടിപ്പിച്ചുകൊണ്ട് മൈമുന നിന്നു. ഉച്ചവെയിലിൽ നീലയും പച്ചയും പീതയുമായി സോപ്പിൻ കുമിളകൾ ചിമ്മി മിഴിച്ചു. കുറെ അകലത്തായി ഒരു കണ്ടത്തിൽ 2 ചെറുമികൾ നട്ടു തീർത്തു കൊണ്ടിരുന്നു. ഇത്തിരി കഴിഞ്ഞ് അവരും കണ്ടം കേറി. നോക്കെത്തുന്നിടത്തൊന്നും ആരുമില്ല. കാറ്റുകൾ ഉച്ചമയങ്ങി. ആലിൻ കൊമ്പുകളിൽ അല തല്ലിക്കൊണ്ട് മൃഗതൃഷ്ണ മാത്രം മേലോട്ടുയർന്നു. ഈറൻ ചുറ്റിയ മൈമുന രാജാവിന്റെ പള്ളിയിലേക്കു നടന്നു. കാലിൻ തറച്ച കാരമുള്ളുകൾ അവൾ അറിഞ്ഞില്ല. അവൾ പള്ളിയുടെ പടവു കയറി. പള്ളിക്കകത്തെ ഇരുട്ടിൽ ചടച്ചുയർന്നു നിന്ന രൂപം അവൾക്ക് കാണാം. ഇപ്പോൾ അവൾ പള്ളിക്കകത്താണ്. ചെമ്പിച്ച സാന്ദ്രമായ ഇരുട്ട്. മച്ചിൻ പലകകളിൽ നിന്നും തൂങ്ങിയ മാറാല തലമുടിയിൽ പിടിച്ചു. നീരിളക്കം പിടിക്കും. നൈസാമണ്ണൻ പറഞ്ഞത് അവൾ കേട്ടു. ഈറൻ എടുത്താളാ. പിറ്റത്തെ ആഴ്ച ഖസാക്കിനെ അമ്പരിപ്പിച്ച ഒരു സംഭവമുണ്ടായി. മൈമൂനയുടെ കല്യാണം ഉറച്ചു. ആൾത്തറയ്ക്കലും അലിയാരുടെ ചായപ്പീടികയിലും അത്താണിക്കരികിലും ഖസാക്കുകാർ സംസാരിച്ചു. എല്ലാവരും തന്നെ ആ യാകാശത്തെ മനസ്സാ ബന്ധിച്ചവരാണ്. അതേപ്പറ്റി മൊല്ലാക്കയോട് ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. മൊല്ലാക്കയുടെ കൂട്ടുകാർ പോലും അയാളെ തനിയെ വിട്ടു. ഒരു ചാക്കടിയന്തരത്തെ പോലെ നിക്കാഹ് കഴിഞ്ഞു. വരണ്ട കവിളുകളെ വടിച്ചു വെടിപ്പ് വരുത്തി കെട്ടുകാലിന്മേൽ കൊടി ചുറ്റി മുങ്ങാങ്കോഴി എന്ന ചുക്രുരാവുത്തർ മണവാളൻ ചമഞ്ഞു വന്നു. അതിഥികൾ നിരുന്മേഷരായി സംസാരിച്ച് നേരം പോക്കി. കല്യാണ ഘോഷയാത്ര നീങ്ങിയപ്പോൾ മൊല്ലാക്ക എഴുതിയ പഴയ സന്മാർഗ ഗീതം ആരോ പാടി. അന്നു രാത്രി ഖസാക്കിലെ പാടങ്ങൾ മുറിച്ച് ഒരാൾ കൂമൻ കാവിന് നേരെ നടക്കുന്നത് ആരും കണ്ടില്ല. മാനത്ത് കാലവർഷം കാത്തുനിന്നു. ഇടിമിന്നൽ വഴി തെളിഞ്ഞു. മനുഷ്യൻ ചവിട്ടിപ്പോയ വഴിത്താരയല്ല, വിണ്ടുകീറിയ കട്ടകളും ഞെരിഞ്ഞൽ മുള്ളുകളും പാമ്പിൻ പുറ്റുകളും അശാന്തരായ ഇഫിരീത്തുകളുടെ സഞ്ചാരപഥം. നൈസാം അലി അതിലൂടെ മുന്നോട്ട് നടന്നു. ചെകലി അകന്നു കാണാതായി. കലിയടങ്ങാതെ അയാൾ പിന്നെയും നടന്നു. കൂമൻകാവിലെ മാവുകളും പിന്നിലായി കഴിഞ്ഞിരുന്നു.